കിട്ടിയോ? ഇല്ല, കിട്ടുന്നില്ല, എടുക്കുന്നില്ല. ഈശ്വരാ, അവൻ വന്നുകൊണ്ടിരിക്കായിരിക്കും. നീ ഒന്ന് പെണ്ണിനിറക്കി വിട്ടുവാ, ചെല്ല്. ഇവനെന്ത് പണിയായി കാണിക്കണേ? രാജു വന്നോ അമ്മേ? ഇല്ല, അവൻ വന്നിട്ടില്ല. നമുക്കിറങ്ങാം. എഴുന്നേക്കും മോളെ, മണ്ഡപത്തിലേക്ക് പോവാം. എന്നാ ഇറങ്ങിയാലോ? വാ. അവനെ കണ്ടില്ലല്ലോ. അവൻ വരട്ടെ, അവനെ കാത്തുനിന്ന് മുഹൂർത്തം തെറ്റിക്കണ്ട. നീ നടക്ക്. ദേ രാജു വന്നല്ലോ. നിന്നെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നു. മുഹൂർത്താകുന്നതിന് മുമ്പ് ഏതായാലും നീ വന്നൂല്ലോ. വാ. ഋതിക മാഡം, മാഡത്തിന് കല്യാണമില്ലേ? ആ കല്യാണം നടന്നില്ല, നടക്കില്ല. പിന്നെ പകരം ഋതിക മാഡത്തിന്റെ കഴുത്തില് ഞാൻ താലി കെട്ടി. ഇതാ ആ താലി. ഞാൻ ഒരുപാട് മോഹിച്ച ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ തകർത്ത് കളഞ്ഞത്. ഈ താലി രാജു കെട്ടിയതാണോ? സത്യം പറ ഋതിക, നീ പറ. നിന്റെ കഴുത്തിൽ ഈ താലി രാജു കെട്ടിയതാണോ? അപ്പോ അറിഞ്ഞോണ്ട് രാജു എന്നെ എന്റെ വീട്ടുകാരെ വിട്ടിവേഷം കെട്ടിക്കായിരുന്നല്ലേ? അന്നെന്റെ അമ്മ സത്യം ഇടാൻ പറഞ്ഞപ്പോ സത്യം ചെയ്തത് വെറൊരു അഭിനയായിരുന്നല്ലേ? രാജു, നിന്നെ മനസ്സുകൊണ്ട് പോലും ഞാൻ ശപിക്കില്ല. എനിക്ക് അതിനാവില്ല. കാരണം ഈ ലോകത്ത് എന്തിനേക്കാളും ഏറെ, എന്നെക്കാളും ഏറെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചു. ആ സ്നേഹത്തില് വെറുപ്പിന്റെ ഒരു തരി പോലും ചേർക്കാൻ എന്നെ കൊണ്ടാവില്ല. പക്ഷേ രാജു, നീ പ്രതാപ, അവനെ വെറുതെ വിടാൻ പാടില്ല. അവന്റെ ഉള്ളു നിറയെ വിഷാ. അവൻ നിന്റെ സ്വത്തുക്കൾ കണ്ട് മോഹിച്ചല്ല ഇതൊക്കെ ചെയ്തതെന്ന് ആർക്കറിയാം? എനിക്ക് തോന്നുന്നു അവനെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു. അവൻ നിന്റെ അടുത്തേക്ക് വന്നതും നീയും ഋതികയുമായുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ മനസ്സിലാക്കി അവളെ കെയർ ചെയ്യുന്നു എന്ന് പുറമേ കാണിച്ച് അവളോട് അടുത്തതും അവൾക്ക് വേണ്ടി പല കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു. ഒടുവിൽ അവളുടെ മനസ്സിൽ കയറി അവളെ കൊണ്ട് ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതും എല്ലാം അവന്റെ പ്ലാനിംഗ് ആയിരുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആയിക്കൂടായിരുന്നോ? എന്നെ അമ്മാവിനെ എല്ലാരും വേഷം കെട്ടിച്ച് ഇന്നിവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അന്നത്തെ ആ വീഡിയോ അമ്മാവന് ഓർമ്മയില്ലേ?
ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാ അന്നവള് അവന് വേണ്ടി ചെയ്തു കൊടുത്തത്. പ്രതാപ, നിനക്ക് ദേഷ്യം വരും. വന്നില്ലെങ്കിൽ നീ ഒരു അച്ഛനാകില്ല. സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും. പക്ഷേ ദീപക് പറഞ്ഞതിലും കാര്യമില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 കല്യാണമാ മുടങ്ങിയത്. ഒന്ന് അശ്വിനുമായിട്ടുള്ളതും രണ്ടാമത്തത് ജയദേവന്റെ മകനുമായിട്ടുള്ളതും. രണ്ടും മുടക്കിയത് അവൻ തന്നെ ആവില്ലേ? ഇപ്പൊ നടന്ന കാര്യം കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോ അതല്ലേ സത്യമാവാ? എന്നിട്ട് അതല്ല എന്റെ മോന്റെ തലയെ കൊണ്ട് വെച്ചു. ഇവനെ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരനാക്കി, വൃത്തികെട്ടവനാക്കി. എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഒരാളുടെയും സംശയം അവന്റെ നേരെ വരാതിരിക്കാൻ. അവൻ ബുദ്ധിമാനാ, അതിബുദ്ധിമാൻ. അവൻ അതിബുദ്ധിമാനായിക്കോട്ടെ, എന്തു വേണമല്ലോ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ നേരിട്ട ഈ സിറ്റുവേഷൻ, ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞാൻ അവനെ കൊണ്ട് എത്തിക്കും. ഇതെന്റെ തീരുമാനമാണ്, എന്റെ ദൃഢനിശ്ചയം.